ഇന്നൊരു ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ആ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് കാണാം. നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും മൂപ്പിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി, അധികം വാട്ടണ്ട. ഇഞ്ചിയും വെളുത്തുള്ളിയും വാടിക്കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ഏലക്ക, പട്ട, ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. ഒക്കെ നിങ്ങളുടെ അളവിന് എടുക്കാം കേട്ടോ. അതൊന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. അതൊന്ന് വാട്ടാം. അത് നന്നായിട്ട് വാടി കിട്ടാനായിട്ട് ഇത്തിരി ഉപ്പിട്ടാൽ മതി. വാടി വരുമ്പോൾ നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അല്പം കുരുമുളക് പൊടി, അധികം വേണ്ട, അല്പം ചേർക്കാം. പിന്നെ കുറച്ച് ഗരം മസാല പൗഡർ, അതും അധികം വേണ്ട. 3 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ഒരു സവാളയും. നന്നായിട്ട് വഴറ്റാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. വഴണ്ട് വരുമ്പോൾ നമുക്ക് ഈ തക്കാളി, അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അത് വഴണ്ട് കിട്ടാൻ. നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ നമുക്ക്, ഞാൻ കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്, 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കണം. കൈമ റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ. തക്കാളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് കണ്ടോ. പിന്നെ വേവിച്ച് വെച്ച റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൈമയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബ്രാൻഡ് വേണമെങ്കിലും എടുക്കാം. അത് തക്കാളിയായിട്ട്, വാടി വന്ന തക്കാളിയായിട്ട് യോജിപ്പിച്ചെടുക്കാം കണ്ടോ. നല്ല സ്വാദാണ് അത്. കറിയൊന്നും ഇല്ലെങ്കിലും നമുക്കത് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.